ഹലോ ഫ്രണ്ട്സ്, ആശാൻ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസാണ്. സിമ്പിൾ പാസ്റ്റിൻ്റെ നേരത്തെ ഉള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴേ നമുക്ക് ആ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ ഓർമ്മ വരണം. ആദ്യം സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ഓക്സിലറി വെർബായ വാസ് അല്ലെങ്കിൽ വെയർ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെയറും. അത് കഴിഞ്ഞാൽ ആ ആക്ഷൻ വെർബ് വരുന്നത് അതിൻ്റെ ING ഫോമിലായിരിക്കും. എന്നിട്ട് പിന്നെ ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്, ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുന്നത് പോലെ നമ്മൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഓർമ്മ വരണം. അപ്പോൾ പാസീവ് വോയിസ് ആക്കണമെന്നുണ്ടെങ്കിൽ ടെൻസ് ശരിക്കും അറിഞ്ഞിരിക്കണം. ടെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ടെൻസിനെയും എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് ആക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് വിശദീകരിക്കുന്നത്. അപ്പം ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ആ ക്വസ്റ്റ്യൻ അകത്ത് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസിലാണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ കൺവേർഷൻ ബുദ്ധിമുട്ടാവും. അത് അറിയാവുന്നവർക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എടുക്കാം. ഈ പാസ്റ്റ് കണ്ടിന്യൂസിലൊരു സെൻറ്റൻസ് എങ്ങനെ വരും? ആദ്യം സബ്ജക്റ്റ് സിംഗുലറായിട്ട്, ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ, അവനൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പം നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ, അതായത് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണണം. ഈ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് വാസ് പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ലെറ്ററാണ്. ആ എ ലെറ്റർ ഇവിടെ പാസീവ് വോയിസിൽ സബ്ജക്റ്റായിട്ട് വരും. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. അപ്പോൾ ഇവിടെ പാസീവ് വോയിസിലേക്ക് വന്നപ്പോഴുള്ള സ്ട്രക്ചർ എങ്ങനെയായി? സബ്ജക്റ്റ് പ്ലസ് വാസ് പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോം. എ ലെറ്റർ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഇതാണ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ. ഏത് സബ്ജക്റ്റ്? ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് അല്ല, നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ആക്റ്റീവ് വോയിസിൽ തന്നെ ഒബ്ജക്റ്റാണ് ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിനെയാണ് നോക്കിയിട്ട് ഓക്സിലറി വെർബ് സിംഗുലർ വേണോ പ്ലൂറൽ വേണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനെയാണ്, ഹീ വാസ് കട്ടിങ് ട്രീസ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് കട്ടിങ് ട്രീസ് എന്ന് പറയുമ്പോൾ ട്രീസ് പ്ലൂറലാണ്. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം എങ്ങനെ വരുമെന്ന് നോക്കാം. ട്രീസ് വെയർ ബീയിങ് കട്ട് ബൈ ഹിം. ട്രീസ് വെയർ ബീയിങ് കട്ട് ബൈ ഹിം. അപ്പോൾ ഇത് നമ്മൾ സംസാര രീതിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ആക്റ്റീവ് വോയിസിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷേ നമ്മളത് ഇത് ആക്റ്റീവ് വോയിസ് ആണെന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുന്നില്ല. പക്ഷെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക്, അപ്പോൾ അവൻ കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അവൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. അവൻ കത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ കത്തെഴുതിക്കൊണ്ടേ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിനെ പാസീവ് വോയിസിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആരാണോ പ്രവൃത്തി ചെയ്യുന്ന ആളിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതെ നമ്മൾ ഒരു കാര്യം എഴുതുമ്പോഴാണ് ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് പ്രയോഗിക്കുക. ഇത് പാസീവ് വോയിസിൻ്റെ ആ പർപ്പസ് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ അർത്ഥം എടുക്കാനും ഈസിയാണ്. മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറയുമ്പം പിന്നെ നമ്മൾ അങ്ങ് പണ്ട് മുതലേ നമ്മൾ അതിനെ പറയുന്നു മരങ്ങൾ മുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ നമ്മൾ സംസാരിക്കാറില്ല. അതുകൊണ്ട് മരങ്ങൾ മുറിക്കുകയായിരുന്നു ആരെന്ന് പറയുന്നില്ല. അതേസമയത്ത് ആരെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആവും. അപ്പോൾ അവിടെ സബ്ജക്റ്റ് വരും. ഹി വാസ് കട്ടിങ് ട്രീസ്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്കുള്ള കൺവേർഷൻസ്. ഒരു എക്സാമ്പിളൂടെ പറയാം. അത് ഒബ്ജക്റ്റ് പ്ലൂറലാക്കി
ഒബ്ജക്റ്റ് പ്ലൂറലായി വരുന്ന സ്ഥലമുണ്ട്, സബ്ജക്റ്റ് പ്ലൂറലായി വരുന്നതുണ്ട്. ഇപ്പം നമ്മൾ ഈ ട്രീയുടെ സെൻറ്റൻസ് തന്നെ ദേ വെയർ കട്ടിങ് ട്രീസ്, ദേ വെയർ കട്ടിങ് ട്രീസ് എന്ന് പറഞ്ഞത് ദേ പ്ലൂറലാണ്, അതുകൊണ്ടാണ് ദേ കഴിഞ്ഞ് വെയർ വന്നത്. ഇനി ഈ സെൻറ്റൻസ് തന്നെ നമ്മൾ പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ട്രീസ് വെയർ ബീയിങ് കട്ട് ബൈ ദം, അവിടെ ട്രീസ് പ്ലൂറലായി ആ പ്ലൂറൽ ഒബ്ജക്റ്റിനെ എടുത്ത് ഇവിടെ സബ്ജക്റ്റാക്കി, ആ സബ്ജക്റ്റ് പ്ലൂറലായതുകൊണ്ട് പിന്നെ അതിന് കഴിഞ്ഞ് വന്നത് വെയറായി. പിന്നെ നമ്മൾ ചേർക്കുന്ന ബീയിങ്, അത് കഴിഞ്ഞാൽ B3 ഫോം, ട്രീസ് വെയർ ബീയിങ് കട്ട് ബൈ ദം. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലറായി വരാം, പ്ലൂറലായി വരാം. ഇതിനകത്തൊരു കൺഫ്യൂഷൻ പാടില്ല. ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ എന്നുള്ളത് വെച്ചല്ല പാസീവ് വോയിസ് ആവുന്നത്. പാസീവ് വോയിസിൽ നമ്മൾ എപ്പോഴും ഓക്സിലറി വെർബ് ചേർക്കുന്നത് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ എടുത്തിവിടെ സബ്ജക്റ്റ് ആക്കുമ്പോഴാണ്, പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആക്കുമ്പോഴാണ്. അപ്പോൾ അത് സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് വിചാരിച്ച് വേണം നമ്മൾ ഈ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ. അപ്പോൾ PSCക്കും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ PSCക്ക് റെഗുലറായിട്ട് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ചോദിക്കുന്നുണ്ട്. പിന്നെ പരീക്ഷകളിലും ഇതിൻ്റെ ഇതുണ്ട്. പിന്നെ അതുകൂടാതെ എസ്സേ റൈറ്റിംഗ് ആയാലും ലെറ്റർ റൈറ്റിംഗ് ആയാലും പാസീവ് വോയിസിൻ്റെ കൺസ്ട്രക്ഷൻ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും ഇമ്പ്രസീവ് ആവുക ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം പാസ്റ്റ് കണ്ടിന്യൂസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് ആ സ്ട്രക്ചർ, നമ്മൾ ടെൻസിൽ പഠിച്ച സ്ട്രക്ചർ ഓർമ്മ വേണം. അത് ടെൻസ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കാണണമെന്ന് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആയാലും ക്വസ്റ്റ്യൻ ടാഗ് ആയാലും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയാലും ഇതെല്ലാം ടെൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ടെൻസ് കറക്റ്റ് അറിയാവുന്നവർക്കാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് കാണാത്തവർ ആ വീഡിയോസ് കാണണം. കണ്ടു കഴിയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാവും. ഇനി പാസ്റ്റ് പെർഫെക്റ്റിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സെൻറ്റൻസിൻ്റെ പ്രത്യേകത, അതിനകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെർബിൻ്റെ ഭാഗമാണ്. സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്ന വെർബ് ഹാഡ് പ്ലസ് V3 ഫോം ആയിരിക്കും. അതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇനി അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് സിറ്റുവേഷൻ, പാസ്റ്റിൽ 2 ആക്ഷൻ നടക്കുകയും അതിൽ ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത്തെ സിമ്പിൾ പാസ്റ്റിലും പ്രയോഗിക്കണമെന്നാണ് ഈ ഗ്രാമർ നിയമം പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം പാസ്റ്റ് പെർഫെക്റ്റിൽ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ടായിട്ടായിരിക്കും അതിനകത്തുള്ളത്. ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ഫോമും വേറൊന്ന് സിമ്പിൾ പാസ്റ്റ് ഫോമും. ഇപ്പം നമ്മൾ ഇങ്ങനെ പറയാണ്, ഹീ ഹാഡ് given an injection. He had given an injection to the patient before he transferred the patient to another hospital. He had given an injection to the patient before he transferred the patient to another hospital. ഇതിൻ്റെ അർത്ഥം വരുന്നത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഈ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഈ പേഷ്യൻറ്റിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റും ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റും. അപ്പോൾ ഈ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ ഒരു സെൻറ്റൻസിൽ വന്നു. ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ പാസ്റ്റ് പെർഫെക്റ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് മാത്രമായിട്ട് നമ്മൾ എടുക്കുകയെന്ന് ഹീ ഹാഡ് ഗിവൺ ആൻ ഇഞ്ചക്ഷൻ ടു ദ പേഷ്യൻറ്റ്, ഇത്ര മാത്രം നമ്മൾ പറഞ്ഞാൽ മതി, നമുക്ക് മനസ്സിലാക്കുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടി. പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് മാത്രമായിട്ട് ഒരിക്കലും നമ്മൾ ഇത്ര മാത്രം പറയത്തില്ല. ഹീ ഹാഡ് കം എന്ന് മാത്രം ഇങ്ങനെ പറയില്ല. അപ്പോൾ ഹീ ഹാഡ് കം എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഒരു സ്ട്രക്ചറായിട്ടാണ് വരുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരു സിമ്പിൾ പാസ്റ്റും കൂടി വേണം. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഹീ ഹാഡ് കം ബിഫോർ ഷീ കെയിം, അവൾ വരുന്നതിന് മുമ്പ് അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അത് ടെൻസിൻ്റെ വീഡിയോ കാണാത്തവർ ഒന്ന് കാണണം, അതിനകത്തുള്ള വിശദീകരണം ഒന്ന് നോക്കുക. ഇപ്പം പിന്നെ നിങ്ങൾ ഈ പാസീവ് വോയിസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ശരിക്കും ഇതിൻ്റെ ഒരു റെഫറൻസ് തരുന്നതിന് വേണ്ടിയായി എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ പാസീവ് ഫോം നോക്കാം. അപ്പം
എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. ഇതിൻ്റെ കൂടെ ഒരു സിമ്പിൾ പാസ്റ്റും ഉണ്ടാവും. ഇത് പാസീവ് വോയിസിലേക്ക് പോകുമ്പം ഈ ഹാഡ് പ്ലസ് V3 എന്നുള്ളത് ഹാഡ് ബീൻ പ്ലസ് V3 ആവും. ഹാഡ് ബീൻ പ്ലസ് V3. ഇപ്പോൾ ഹാഡ് ഗിവൺ എന്നുള്ളത് ഹാഡ് ബീൻ ഗിവൺ ആവും. ആ സെൻറ്റൻസ് തന്നെ എടുക്കാം. ആ സെൻറ്റൻസ് തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹീ ഹാഡ് ഗിവൺ ആൻ ഇഞ്ചക്ഷൻ ടു ദ പേഷ്യൻറ്റ് ബിഫോർ ഹീ ട്രാൻസ്ഫേർഡ് ഹിം ടു അനദർ ഹോസ്പിറ്റൽ. ഇതിനെ കംപ്ലീറ്റ്ലി നമ്മൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹീ ഹാഡ് ഗിവൺ ആൻ ഇഞ്ചക്ഷൻ ടു ദ പേഷ്യൻ്റ് എന്നുള്ള പേഷ്യൻ്റ് ഇവിടെ ഒബ്ജക്റ്റായിട്ട് എടുക്കാറുണ്ട്. ദ പേഷ്യൻറ്റ് ഹാഡ് ബീൻ ഗിവൺ ആൻ ഇഞ്ചക്ഷൻ ബിഫോർ ഹീ വാസ് ട്രാൻസ്ഫേർഡ് ടു അനദർ ഹോസ്പിറ്റൽ. അപ്പോൾ ബിഫോർ ഹീ വാസ് ട്രാൻസ്ഫേർഡ് ടു അനദർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ സിമ്പിൾ പാസ്റ്റാണ്. ആ സിമ്പിൾ പാസ്റ്റ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസീവ് വോയിസ് എങ്ങനെയാകുമെന്നുള്ളത്. അത് തന്നെയാണ് വാസ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത്. വാസ് പ്ലസ് V3 ആണ് സിമ്പിൾ പാസ്റ്റിൽ വരുന്നത്. അപ്പം ഈ സെൻറ്റൻസ് വരുന്ന ഒന്നുകൂടെ പറയാം. ദ പേഷ്യൻറ്റ് ഹാഡ് ബീൻ ഗിവൺ ആൻ ഇഞ്ചക്ഷൻ ബിഫോർ ഹി വാസ് ട്രാൻസ്ഫേർഡ് ടു അനദർ ഹോസ്പിറ്റൽ. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് വോയിസ് ഫോം എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്. അത് ടെൻസ് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഹാഡ് ഗിവൺ എന്നുള്ളത് ഹാഡ് ബീൻ ആവും. ഹാഡ് ബീൻ തന്നെ ING ഫോമിൽ വരുന്ന സ്ഥലമുണ്ട്, അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസാണ്. അപ്പോൾ അതും ഇതും കൂടെ കൺഫ്യൂസ് ആവരുത്. പലർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഹാഡ് ബീൻ പ്ലസ് V3 വരുമോ, ഹാഡ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം വരുമോ? യെസ്, അതെ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ING ഫോം വരും. പാസ്റ്റ് പെർഫെക്റ്റ് പാസീവ് ആണെന്നുണ്ടെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് V3 ഫോം വരും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഉപകാരപ്രദമാകും. അതുകൊണ്ട് ഇത് ഷെയറും കൂടി ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.